ഹായ് ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ ശകുന്തളേ നിന്നെ ഓർമ്മ വരും. ഇങ്ങനെ കുറേ ശംഖുപുഷ്പം പൂത്തുനിന്ന് കണ്ടപ്പം മഴയത്ത് ഈ ശംഖുപുഷ്പത്തിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ വീഴുന്ന കണ്ടപ്പോൾ എനിക്ക് തോന്നി ഒരു വീഡിയോ എടുക്കണം തോന്നി. എൻ്റെ കുറച്ച് കൊച്ചു ചെടി കളക്ഷനാണ്. എനിക്ക് ഭയങ്കര ചെടി പ്രാന്തി തന്നെയാണ്. ഞാൻ എവിടെ ചെന്നാലും എവിടെ പോയാലും ഞാനതൊക്കെ ചെടി എടുക്കും. പക്ഷേ എൻ്റെ ഹസ്ബൻഡിന് അങ്ങനെ ചെടിയൊന്നും ഇഷ്ടമല്ല. അപ്പോൾ ഇങ്ങനെ കാടായിട്ട് നിൽക്കുകയൊന്നും പുള്ളിക്കാരനടക്കുന്ന ബോധിക്കത്തില്ല. അതുകൊണ്ട് പിന്നെ ഞാനും അങ്ങ് വെറുത്തു. നമ്മളാണ് അങ്ങനെയാണല്ലോ, നമ്മളിങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്നത് നമ്മൾ സ്വാഭാവികമായിട്ട് വെറുത്ത് പോകും. എങ്കിലും ഞാൻ ഇതൊക്കെ ഉണ്ട്, ഇത് ഞാനും അതിൻ്റെ ഒരു പൂ മാത്രം കൊണ്ട് പറിച്ചിങ്ങനെ ഇട്ട് അതിൽ നിന്ന് കിളിച്ചതാണ്. അപ്പോൾ എനിക്ക് കൊച്ചു കൊച്ചു ചെറിയ എന്തിനാ ഈ വീഡിയോ ഇങ്ങനെ എടുക്കുന്നതിൻ്റെ ആവശ്യമുണ്ടോ എന്താണെന്ന് ചോദിക്കാൻ എൻ്റെ ഒരു ഓർമ്മ. കാരണം കുറേ കഴിയുമ്പോൾ നമ്മൾ വയസ്സാവും, വെറുതെ ഇരിക്കുമ്പോൾ പണ്ട് ഇങ്ങനെ ആയിരുന്നു അങ്ങനെ ഭാവി ചിലപ്പോൾ മാറ്റങ്ങളൊക്കെ വന്നിരിക്കാം. മനുഷ്യൻ്റെ കാര്യമല്ലേ. അപ്പോൾ രാവിലെ മഴ പെയ്ത് ചെടിക്കകത്തൊക്കെ വെള്ളം വീണ് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനൊരു വീഡിയോ എടുക്കണം എന്ന്. എല്ലാം ഒരു ഓർമ്മ തന്നെയാണല്ലോ. അങ്ങനെ ഞാൻ ഇങ്ങനെ ക്യാമറ എടുത്ത് ഇങ്ങനെ പുറകെ നടന്നു. അപ്പോൾ ഇത് ഞാനൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്തപ്പോൾ അവിടെ കിട്ടിയൊരു ആർട്ടയാണ്. അതിൻ്റെ ഒരു ഇതെടുത്ത് ഇവിടെ കൊണ്ട് നട്ട് കിളിച്ചതാണ്. പിന്നെ ഈ തെറ്റി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ തെറ്റി ഞാൻ കുറേ നഴ്സറിയിൽ പോയി തപ്പിയെടുത്ത് അങ്ങനെ ഒരിടത്തു നിന്ന് കിട്ടിയതാണ്. 2-3 നട്ടണങ്ങൾ കിളിച്ചില്ല. പക്ഷേ ഇത് കൊണ്ടുവന്നപ്പോൾ കൊട്ടാരക്കരയിൽ പോയ വഴിക്ക് ഒരു നഴ്സറി നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അത് വാങ്ങിച്ച് കൊണ്ട് നട്ട് എന്തായാലും അതങ്ങ് കിളിക്കുകയും ചെയ്തു. ഒത്തിരി പൂവും അങ്ങായി ഇപ്രാവശ്യം. ഇത് പ്ലാസ്റ്റിക് ചെടി ടൈപ്പാണ്. ഇത് ഞാൻ നട്ടതല്ല, ഇതിൻ്റെ ക്രെഡിറ്റ് എനിക്കില്ല. പക്ഷേ ഇത് പിന്നെ പ്ലാസ്റ്റിക് ഇതിൻ്റെ ഒരുപാട് പേര് കൊണ്ടുപോയി ഇതിൻ്റെ കമ്പ്. പക്ഷേ കിളിച്ചിട്ടേ ഇല്ല. ഞങ്ങളുടെ പ്ലാസ്റ്റിക് ചെടി എന്നാണ് ഞാൻ വിളിക്കുന്നത്. കാരണം അതുപോലെ കട്ടിയായി പൂവിന്, നല്ല കട്ടിയാണ്. ഇതിൻ്റെ പേരറിയാവുന്നവരുന്ന് കമൻറ്റ് ചെയ്യണേ, നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിലും പറയണേ. അപ്പം എന്നാണ്ടോ നല്ല കട്ടി എന്ന് പറഞ്ഞാൽ നല്ല കട്ടി, സാധാരണ പൂവിനെ കൂടുതൽ നല്ല കട്ടിയാണ്. പെട്ടെന്ന് വാഴത്തൂല് ഇങ്ങനെ അങ്ങ് നിൽക്കും. ഇത് പിന്നെ തക്കാളി ചെറിയെന്ന് എനിക്ക് വേറൊരു ചെറി ഉണ്ടായിരുന്നു, നമ്മുടെ കേക്കിനകത്ത് കാണുന്ന പോലെ നീണ്ട ചെറി ഉണ്ടായിരുന്നു. അത് പക്ഷേ അത്ര ഭയങ്കര പുളിയുവാ കയ്പുവാ. അത് എനിക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാനത് വെട്ടിക്കളഞ്ഞു. നല്ല ഭയങ്കര മുള്ളാണ് കേട്ടോ അതിന്. അങ്ങനെ ഈ തക്കാളി ചെറി നട്ടു. ഇതും കണക്കാണെന്ന് എല്ലാവരും പറഞ്ഞു, കാരണം സാമ്പിളൊക്കെ തിന്നപ്പോൾ എനിക്ക് തോന്നി. പിന്നെ ഇത് നമ്മുടെ പൂജാക്കടയിലൊക്കെ ഇങ്ങനെ 10 രൂപയ്ക്കൊക്കെ തൂക്കിടുമല്ലോ, അങ്ങനെ കൊണ്ട് നട്ടേ ഈ കറ്റാർവാഴ. എന്തോ പെട്ട ഭാഗത്തിന് അതും കിളിച്ചു. പക്ഷേ അത് കാടായിട്ട് കിളിക്കുന്നില്ല. എല്ലാവരും പറഞ്ഞു ചാകരി വെക്കുമോ അത് വെക്കുമെന്ന്. പക്ഷേ സക്സസ് ആയില്ല. ഇതെല്ലാവർക്കും ഉണ്ടായിരിക്കില്ല. എന്തോ ശംഖ് ടൈപ്പ് വേറൊരു പാലച്ചെടിയാണ്. അങ്ങനെ ഞാൻ ഈ വീഡിയോ എടുത്ത സമയത്തൊന്നും ഈ 10 മണി പൂത്തില്ലായിരുന്നു. ഇനി 10 മണിയായപ്പോൾ ഇതെല്ലാം കൂടെ പൂത്തുനിന്ന് ഇങ്ങനെ നിൽക്കുന്നു. 10 മണി കളക്ഷൻ ഇനി കുറച്ചുണ്ട്. 3 സൈസ് 10 മണി ചെടിയുണ്ട് എൻ്റെ കയ്യിൽ. ഞാൻ ഇതുപോലൊരു കമ്പിയിൽ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 3 സൈസുണ്ട്. പക്ഷേ ഇന്ന് ഒന്നും പൂത്തില്ല. മറ്റേത്